ഞാൻ ഇസ്മ. ഞാനിപ്പോൾ PWDയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിനു മുമ്പ് 2.5 വർഷത്തോളം PWയിൽ തന്നെ 3rd ഗ്രേഡ് ഓവർസിയർ ആയിരുന്നു. എൻ്റെ ഒരു PSC ജേണി കംപ്ലീറ്റ്ലി ഹോളിമാതേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. ഞാൻ 2016 BTech ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞ് പല പ്രൈവറ്റ് ഫോംസിലായിട്ട് തന്നെ വർക്ക് ചെയ്യാറ്. അപ്പോൾ ഫാമിലിയിൽ നിന്നൊരു സജഷൻ വന്നു, ഗവൺമെൻറ് ജോബ് ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്നുള്ളത്. ബട്ട് എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഫീൽഡ് വിട്ട് മാറിപ്പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ കുറച്ചാൾ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഓവർസിയേഴ്സ് വഴിയാണ് ഞാൻ ഹോളിമാതനെ പറ്റി അറിയണേ. സോ PSC അതായത് സിവിൽ എഞ്ചിനീയറിംഗ് PSC ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ജനറലി ഒരു സെർച്ച് നടത്തിയായിരുന്നു. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിളിച്ചു. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞാൽ പല കോഴ്സുകളായിരുന്നു. അതായത് ക്രാഷ് കോഴ്സ്, അല്ലെങ്കിൽ 6 month കോഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ. ലാസ്റ്റ് ഞാൻ സിൻഡോ സാറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത്, സാറേ ഞാൻ ഏത് കോഴ്സാണ് ജോയിൻ ചെയ്യേണ്ടതെന്നായിരുന്നു. അപ്പോൾ സാറിന് എനിക്ക് തന്ന റിപ്ലൈ എന്ന് പറഞ്ഞത്, കോഴ്സല്ല, അതായത് ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പഠിക്കാം. ബട്ട് ജോലി കിട്ടണ വരെ നിങ്ങൾ പഠിക്കണം. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്നായിരുന്നു. അതുവരെ ഹോളിമാതയിൽ തന്നെ നിന്ന് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിലുള്ള റിപ്ലൈ ആണ് എനിക്ക് സാറിൻ്റെ നിന്ന് കിട്ടിയത്. ശരിക്കും എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് PSCയിലേക്കുള്ളൊരു ഫസ്റ്റ് മോട്ടിവേഷണൽ വേർഡ്സ് അതായിരുന്നു. സാറിൻ്റെ ആ ഒരു വേർഡ്സിൻ്റെ ഇതിലാണ് PSC അല്ലെങ്കിൽ ഹോളിമാതയിൽ ഞാൻ ചെന്ന് ജോയിൻ ചെയ്തത്. ഞാൻ 2018 ഹോളിമാതയിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്തു. ആദ്യമൊക്കെ 10 മണി തൊട്ട് 1:30 വരെയൊക്കെ ക്ലാസ്സിലിരിക്കും. ക്ലാസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ PSC ആയിരുന്നു. PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും നമുക്ക് അവിടെ നിന്ന് കിട്ടും. മെറ്റീരിയൽസ് ആയാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും, അല്ലെങ്കിൽ എങ്ങനെ എക്സാമിന് എഴുതാം, അല്ലെങ്കിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, നെഗറ്റീവ് മാർക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ആ രീതിയിലുള്ള എല്ലാ ട്രെയിനിങ്ങും ഹോളിമാതയിലും സിൻഡോ സാർ നമുക്ക് തരുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ എനിക്കിത് ഇത്ര ടഫായിട്ട് തോന്നിയില്ലായിരുന്നു. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് വീണ്ടും കേൾക്കണേ. അപ്പം നമുക്ക് എളുപ്പത്തിൽ കിട്ടുമെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ബട്ട് നമ്പർ ഓഫ് ടോപ്പിക്സ് കൂടുന്നതോടും ഇത് ഡിഫിക്കൽട്ടായിട്ട് തുടങ്ങി. ബിക്കോസ് അവിടെ എക്സാംസ് നടത്തും, അതായത് വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് നമ്പർ ഓഫ് ടോപ്പിക്സ് കൂടുന്നതോറും എൻ്റെ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കുറച്ചും കൂടി എഫേർട്ട് എടുത്താലാണ് ഇതിന് നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ മെയിൻലി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, PSC ഓറിയൻറ്റഡ് ക്ലാസ്സിൽ അല്ലെങ്കിൽ PSCക്ക് വേണ്ടത് റിവിഷനായിരുന്നു. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് വീണ്ടും പഠിച്ചത് തന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം 10 മണി തൊട്ട് 1:30 വരെ ഇരുന്ന ഞാൻ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ആക്കി. പിന്നീട് സാറിൻ്റെ മോട്ടിവേഷനും അവിടുത്തെ എൻ്റെ ഫാക്കൽറ്റിയുടെ സപ്പോർട്ടും കൊണ്ട് രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 5:30 വരെ ഹോളിമാത അക്കാഡമിയിലായിരുന്നു എൻ്റെ പഠനം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി റെഫർ ചെയ്യാനുണ്ടായിരുന്നു. മാക്സിമം ടൈം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നു. പഠിക്കുന്ന ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അതായത് നമുക്ക് കംഫർട്ടായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് സ്റ്റഡീസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരിക്കലും ബോറിംഗ് ആയിട്ട് വരില്ല. കാരണം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. അപ്പോൾ ഈ കമ്പൈൻ സ്റ്റഡി അതിൽ നിന്ന് വലിയൊരു ആശ്വാസമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ മനസ്സിലിരിക്കില്ല. ഇവൻ ബൈ ഹാർട്ട് പഠിച്ചാലും മനസ്സിലാക്കി പഠിച്ചാലും നമ്മൾ മറന്നു പോകും. അപ്പോൾ എക്സാം സമയത്ത് നമ്മൾ ചില ഫണ്ണി കോഡ്സോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ചില സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമായിരുന്നു ചില ആൻസേഴ്സൊക്കെ. ചിലപ്പോൾ 1-2 മാർക്ക് ഉണ്ടാവുള്ളൂ. ബട്ട് PSCക്ക് ആ 1-2 മാർക്ക് എന്ന് പറയുന്നത് 30-40 റാങ്കിൻ്റെ വ്യത്യാസം വരും. സോ കമ്പൈൻ സ്റ്റഡി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന് ക്യാപ്സ്യൂൾ നോട്ട്സ് തരുമായിരുന്നു. അതായത് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അത് റിവിഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് എക്സാംസ് മാക്സിമം സാർ അറ്റൻഡ് ചെയ്യിപ്പിക്കുക വരും. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റഡീസ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും വരും. അതായത് എന്താ പറയുക, ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇഷ്യൂസ് ആവാം, പാരൻസിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ്, മരണം, ഇങ്ങനെ പല സിറ്റുവേഷൻസും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ PSC ജേണിയുടെ ബേസിൽ ഞാൻ പറയണം, 2019 ഞാൻ 3rd ഗ്രേഡിൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. 2019 നവംബറിലായിരുന്നു 3rd ഗ്രേഡിൻ്റെ എക്സാം. കറക്റ്റ് 1 വീക്ക് മുമ്പ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും.
ആ ടൈമിൽ ശരിക്കും ഇനി എന്താ ചെയ്യുക, കാരണം ഒരു 1 year ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടി ട്രൈ ചെയ്യായിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് സ്റ്റക്കായി പോയി. ബട്ട് എനിക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടായാലും സാറ് വാട്സാപ്പിൽ മെറ്റീരിയൽസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ വാട്സാപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക, ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ നോട്ട്സൊക്കെ വാട്സാപ്പിലാവില്ല, അതൊക്കെ വായിച്ചു റിവിഷൻ ചെയ്തു. 2 ദിവസം മുമ്പാണ്, അതായത് എക്സാമിന് 2 ദിവസം മുമ്പാണ് ഡിസ്ചാർജ് ആയത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ബേസ് ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാമിന് സ്റ്റേറ്റ് വൈഡ് 17ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. അതായത് PWD ഇറിഗേഷൻ റാങ്ക് ലിസ്റ്റിലും ഹാർബർ എഞ്ചിനീയറിൻ്റെ 3rd ഗ്രേഡ് ലിസ്റ്റിലും സ്റ്റേറ്റ് വൈഡ് 17ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 2021 ആദ്യത്തെ അഡ്വൈസിൽ തന്നെ സർവീസിൽ കയറാൻ പറ്റും. സോ അങ്ങനെയാണ് എൻ്റെ ഗവൺമെൻറ് സർവീസിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഫുൾ മോട്ടിവേഷൻ സിൻഡോ സാറും എൻ്റയർ ഹോളിമാത അക്കാഡമി നമുക്ക് തരും. അതായത് പഠിച്ച് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. ബട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ ചുറ്റുമുണ്ട്. അതായത് നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി നെയ്ബേഴ്സ്, അങ്ങനെ കുറേ. അതായത് നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ് അല്ലെങ്കിൽ പുറത്തൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരും, എന്താ നിങ്ങൾ ചെയ്യണേ? അപ്പം നമ്മൾ പറയും PSC കോച്ചിങ്ങിന് പോകുമ്പോൾ PSC കോച്ചിങ് ചെയ്യാമെന്ന് പറയുമ്പോൾ തിരിച്ചിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പണിയും കിട്ടാത്തവർ അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്തവർ ചുമ്മാ നേരം പോക്കിന് പോവുകയാണ്, നേരം കളയാനായിട്ട് പോകുന്ന ഒരു സമ്പ്രദായമായിട്ടാണ് PSC കോച്ചിങ്ങിന് ജനറലി വിലയിരുത്തിയേക്കണേ. ബട്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. വീണ്ടും നമ്മൾ ഇവരെ തന്നെ ഫേസ് ചെയ്യുമ്പോൾ ഇപ്പം എന്താ ചെയ്യണേ, PSC കോച്ചിങ് ഇത് അപ്പോൾ അവരുടെ റിപ്ലൈ എന്ന് പറഞ്ഞ് ഇത് കിട്ടിയില്ലേ, കുറേ നാളായല്ലോ, ഇതൊക്കെ കിട്ടോ, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മളെ കാണേണ്ടത്. നമുക്ക് ആ സമയത്ത് ശരിക്കും എന്താ പറയുക, ഫുൾ ഒരു ഡീമോട്ടിവേഷനാണത്. ബട്ട് ആ ഒരു ഡീമോട്ടിവേഷൻ നമ്മൾ മോട്ടിവേഷനായിട്ട് എടുത്ത് വീണ്ടും പഠിക്കാൻ ശ്രമിക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു സർവീസിൽ കയറി നമ്മൾ ഈ സെയിം പബ്ലിക്കിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ട്. ഞാനും എന്നെപ്പോലെ ജോലിക്ക് കയറിയവർ ഇപ്പം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഗ്രേഡോ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ്, അതിന് മുമ്പ് ഞാൻ ലാസ്റ്റ് ഗ്രേഡായിട്ടിരുന്ന ഒരാളാണ്. 2 പോസ്റ്റിലിരുന്നപ്പോഴും ഈ ഡിഫറൻസ്, അതായത് നമുക്ക് ആ സൊസൈറ്റി തന്നെ റെസ്പെക്റ്റും വാല്യൂം അനുഭവിച്ചറിഞ്ഞ ഓരോരുത്തരാണ് ഞങ്ങൾ ഹോളിമാതയെ പഠിച്ച് ഇപ്പോൾ സർവീസിലിരിക്കുന്ന ഓരോരുത്തർ. സോ എല്ലാവരും പഠിക്കുക. ഇപ്പോൾ പഠിക്കുന്നവർക്കും പഠിച്ച് റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം തന്നെ സിൻഡോ സാറിനും എൻ്റെ ടീം ഓഫ് ഹോളിമാതക്കും ഒരുപാട് നന്ദി. ഞങ്ങൾക്കൊരു സ്ട്രെയിറ്റ് പാത്ത്, ഞങ്ങളുടെ കരിയറിനൊരു ഗോൾ ഉണ്ടാക്കി തന്നത് സാറാണ്. സോ സാറിനും ഹോളിമാതക്കും ഒരുപാട് നന്ദി. താങ്ക് യു.